ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 81 റിവ്യൂ. പേഴ്സണൽ വൈരാഗ്യത്തിന്റെ മൂർധന്യാവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് കടന്നു പോകുന്നത്. അനുമോളും നെവിനും തമ്മിലുള്ള പരസ്പരമുള്ള വൈരാഗ്യം, അക്ബറിനെതിരെ ആദിലയ്ക്കും നൂറയ്ക്കുമുള്ള വൈരാഗ്യം, ഷാനവാസിന് അക്ബറിനോടും ഗെയിമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. വൈരാഗ്യങ്ങളുടെ പുറത്ത് നടക്കുന്ന സംഭവവികാസങ്ങളാണ്. കിച്ചൺ ടീം ഇന്നലത്തെ ഫുഡ് വളരെ താമസിച്ചാണ് നൽകിയത്. ഉച്ചക്കത്തെ ഫുഡൊക്കെ 6:30 കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഗെയിം കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിതരായതുകൊണ്ട് എല്ലാവരും തന്നെ നേരത്തെ കിടന്നുറങ്ങി. ആരും ഫുഡ് വേണമെന്ന് പറഞ്ഞതുമില്ല, ഉണ്ടാക്കിയതുമില്ല. അക്ബർ, ആര്യൻ, നെവിൻ എന്നീ 3 ക്യാപ്റ്റന്മാരെയും കിച്ചൺ ടീം അംഗങ്ങളായ ഇവരെ ജയിലിൽ വിടാൻ ഷാനവാസും ആദിലയും നൂറയും അനുമോളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറയും ആദിലയും സംസാരിക്കുന്നു. നൂറ പോയി ആര്യനോട് ചോദിക്കുന്നു, രാവിലത്തെ ഫുഡ് എന്താ ആയില്ലേ, ഞാൻ മരുന്ന് കഴിക്കുന്നതാണ്, എനിക്ക് ഗ്യാസ് കയറി എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഇന്നലെ കൊടുക്കാത്ത തങ്ങളുടെ തെറ്റാണെന്ന് കിച്ചൺ ടീം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും അവർ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ദോശയൊക്കെ. ഫിനാലെ ടാസ്ക് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു കറി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചൺ ക്യാപ്റ്റൻ നെവിൻ പാവയ്ക്കാത്തവരനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഒരു കറി ഉള്ളൂ എന്ന് ചോദിക്കുന്നു. ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഷാനവാസ് അത് പ്രശ്നമാക്കുന്നു. 21 പേരുള്ളപ്പോൾ 2 കറികളൊക്കെ ഉണ്ടായിരുന്നു, 30 പേരുള്ളപ്പോൾ ഒരു കറിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിന്റെ പേരിൽ നെവിനും ഷാനവാസ് തമ്മിൽ വലിയ വഴക്കുണ്ടാകുന്നു. നെവിനെ ആവശ്യമില്ലാതെ പലതും പറയുന്നുണ്ടായിരുന്നു. പൊടി എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കിച്ചൺ ടീം അംഗമായ ക്യാപ്റ്റനായ ആര്യൻ ഒരു പാവയ്ക്കാത്തവരൻ ഉണ്ടാക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നു. ഇതിനിടയ്ക്ക് മുട്ട സാബുവാൻ എടുത്ത് ചോദിക്കാതിരുന്നതിനെ പറ്റി നെവിൻ ചോദിക്കുന്നു. ഇതിൽ കയറി ഷാനവാസ് പിടിക്കുന്നുണ്ട്. അടുത്ത ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആയിരുന്നു. മുകളിൽ വാതിൽപ്പാളി പോലത്തെ 2 വാതിലുകൾ, അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒറ്റ കയ്യിൽ നിൽക്കുക. അതിന് മുകളിൽ കുറെ പൊടി ഉണ്ടാകും. ആദ്യം വിടുന്നയാള് പൊടി മേത്തിയാടും, അവർ തോക്കും. തോൽക്കുന്ന ആൾക്ക് അവിടെ ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്ന ബോളുകൾ എടുത്ത് മറ്റുള്ളവരെ എറിഞ്ഞ് ശല്യപ്പെടുത്താം. ആദ്യം ഔട്ടായത് ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് അക്ബറിനെയും നെവിനെയുമാണ് കൂടുതൽ സമയം എറിഞ്ഞുകൊണ്ടിരുന്ന് അവർ തടയാൻ ശ്രമിക്കുന്നു. രണ്ടാമത് അനീഷാണ് ഔട്ടായത്. ഷാനവാസ് നെവിന്റെ മുകളിലുള്ള നിറച്ചു വെച്ചിരിക്കുന്ന ബോക്സിൽ എറിയുന്നുണ്ടായിരുന്നു. നെവിൻ അതിൽ എറിയരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെവിനും കൈവിട്ട് പുറത്തായി. പിന്നെ നെവിൻ അനുമോളിലുള്ള പേഴ്സണൽ കെട്ടി വെച്ച് അനുമോൾക്കെതിരെ എറിയുന്നുണ്ടായിരുന്നു. കൂടുതൽ ബോൾ അനുമോൾക്കെതിരെയാണ് നെവിൻ എറിഞ്ഞുകൊണ്ടിരുന്നത്. അനുമോളുടെ മുഖത്തും മേത്തൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അനുമോൾ കൈവിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ തിരിച്ചും നെവിന്റെ മേത്തേക്കും എറിയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ളവർ തമ്മിലുള്ള എയർ വേണ്ടെന്ന്. ഷാനവാസും അനീഷും തമ്മിൽ ബോൾ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു ഒരു ഗെയിമിനിടയ്ക്ക് വേറെ ഗെയിം വേണ്ട. 4ാമത് സാബുമാനും 5ാമത് ആദിലയുമായിരുന്നു. ആദില വന്നതിന് ശേഷം അക്ബറിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഷാനവാസും ആദിലയൊക്കെ. പിന്നെ അനുമോൾ വന്നു. അനുമോളും അക്ബറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സമയത്ത് ടാർഗറ്റ് ചെയ്ത് അക്ബറിനെയാണ്. എല്ലാവർക്കും പേഴ്സണൽ വിരോധം അക്ബറിനോടാണ്. അങ്ങനെ അക്ബർ പുറത്തായി. പിന്നീട് പുറത്തായത് നൂറയാണ്. നൂറ കട്ടയ്ക്ക് പിടിച്ചു നിന്നു. ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നൂറ നല്ല നിലവാരത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വരെ നിന്ന ആര്യൻ ജയിച്ചു. ആര്യനാണ് 1ാം സ്ഥാനത്ത് 9 പോയിന്റോടുകൂടി. 2ാം സ്ഥാനം കിട്ടിയ നൂറയ്ക്ക് 8 പോയിന്റ്. 3ാം സ്ഥാനം കിട്ടിയ അക്ബറിന് 7 പോയിന്റ്. ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ഇതുവരെയുള്ള പോയിന്റുകളിൽ 1ാം സ്ഥാനത്ത് നൂറയാണ് 30 പോയിന്റുമായി. 2ാം സ്ഥാനത്ത് ആര്യനും, 3ാം സ്ഥാനത്ത് അക്ബറും, 4ാം സ്ഥാനത്ത് നെവിനും. ടാസ്ക് കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന പലരെയും അനുമോളെയും ആര്യൻ വിളിച്ചുണർത്തുന്നു. നിവിൻ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അനുമോളുടെ മുഖത്ത് തളിക്കുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് നിവിൻ ചെയ്തത്. അനുമോൾ കണ്ണു തുറന്ന് കിടക്കുകയാണ് ചെയ്തത്. അനുമോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് നിവിനെ കയറിപ്പിടിക്കുകയും നിവിന്റെ മാന്തിക്കറിയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് കുപ്പിയിലുള്ള വെള്ളം നിവിന്റെ പുറത്തൊഴിക്കുന്നു. നിവിൻ വെള്ളം തളിച്ചതിന് പകരം അനുമോൾ മാന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കുപ്പിയിലെടുത്ത വെള്ളം എടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. നിവിൻ വീണ്ടും ദേഷ്യപ്പെട്ടു പോയി ചായ വയ്ക്കുന്ന പാത്രത്തിന്റെ അകത്ത് വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അനുമോളുടെ തലയിൽ ഒഴിക്കണമെന്ന വാചന കാലിൽ ഒഴിക്കുന്നു. ബെഡിൽ വെള്ളം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് അനുമോൾ. പിന്നെ അനുമോളുടെ ഒരു കരച്ചിലും, രണ്ടുപേരും തമ്മിൽ ഷൗട്ടിങ്ങും വഴക്കും, പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അനുമോളും പറയുന്നു, നെവിനും പറയുന്നു. ഷാനവാസും അനീഷും ഇടപെടുന്നു. 2 പേർക്കും പങ്കുണ്ടെന്നറിഞ്ഞ് പതുക്കെ ഷാനവാസ് പിൻവാങ്ങുന്നു. പിന്നെ നെവിനും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരുടെയും ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. പേഴ്സണൽ കൃത്യമുണ്ട്. 2 പേരും കുഴപ്പക്കാരാണ്. പുറത്ത് PR നെവിനെ മാത്രം നെഗറ്റീവ് ആക്കുന്നു. അത് ശരിയല്ല. പറയാൻ പാടില്ലാത്ത പല വാചകങ്ങളുമാണ് അനുമോൾ വിളിച്ചു പറയുന്നത്. ആദില നൂറയൊന്നും ഇതിൽ കാര്യമായിട്ട് ഇടപെടാൻ വന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പലതവണ അനീഷിന്റെ മേത്തും അക്ബറിന്റെ മേത്തും ഒക്കെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടല്ലോ. കിച്ചണിൽ മാത്രം ക്യാപ്റ്റന്മാർ പണിയെടുക്കുന്നു. ബാക്കിയുള്ളവർ ഒരു പണിയും ചെയ്യുന്നില്ല. അക്ബർ ചെന്ന് നൂറയോട് പറയുന്നു ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ. രാത്രി ലൈറ്റ് പോകുമ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നൂറ അവിടെ മടി പിടിച്ചിരിപ്പുണ്ട്. ആര്യനും അക്ബറും നെവിനും ഒക്കെ ടാസ്ക് കഴിഞ്ഞിട്ടാണല്ലോ വന്ന് പണിയെടുക്കുന്നത്. ഒറ്റയ്ക്ക് വന്ന് മാറിയിരിക്കുന്ന അനുമോളെ ആശ്വസിപ്പിക്കുന്ന അനീഷ്. കോമൺ നാരങ്ങ അതിലൂടെ എടുക്കാൻ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നൂറ. അത് അക്ബറും അനീഷും തമ്മിൽ മുട്ടവഴക്കിൽ എത്തിച്ചേരുന്നു. രാത്രിയായപ്പോഴും നൂറ പണിയെടുക്കുന്നില്ല. നൂറ ക്യാപ്റ്റനാണ്. നൂറയുടെ ടീമിലുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യണ്ടേ, അതും നൂറ ചെയ്യുന്നില്ല. അക്ബർ പിന്നെ പറഞ്ഞപ്പോൾ നാളെ ചെയ്യാമെന്ന നൂറ. പണിയെടുക്കുന്നവർക്ക് ഫുഡ് ഉള്ളൊന്ന് കിച്ചണിലുള്ളവരുടെ തീരുമാനം. ഷാനവാസ് ബസ്സിൽ കഴിയാണ്, അതുകൊണ്ട് ഷാനവാസിന് ഫുഡ് എടുക്കാം, പിന്നെ മരുന്ന് കഴിക്കാനുള്ളതാണ്. പണിയെടുത്താലേ ഫുഡ് തരുമെന്ന് അക്ബർ നൂറയോട്. അതിൽ 3 ക്യാപ്റ്റന്മാർക്കും
അക്ബറിനും തെറ്റുപറ്റി. കാരണം ഫുഡിന്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് തിരിച്ചടിക്കും. പണിയെടുക്കാൻ എനിക്ക് മനസ്സില്ല, ഫുഡും വേണ്ടെന്ന് നൂറ. ആദിലയും ഷാനവാസും നൂറയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഫുഡ് നിരോധിക്കുന്നത് തെറ്റാണെന്ന് അനീഷ്. നിൽക്കക്കഴിയില്ലാതെ ഫുഡ് കഴിച്ചോളാൻ ആര്യനൊക്കെ. ഫുഡ് കഴിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ നൂറ. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിനി കഴിക്കുന്നില്ല, ഞങ്ങളുടെ വീതം അക്ബറൊക്കെ എടുത്ത് കഴിച്ചോളാൻ പറയുന്ന നൂറ. വളരെ മോശമായ രീതിയിലാണ് നൂറയൊക്കെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞ നൂറ പണിയൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിൽ ടീം അംഗങ്ങൾക്ക് പണി കൊടുക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഈഗോയും വാശിയുമാണ് നൂറയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആദിലയും ഷാനവാസും ഒക്കെ. സാബുവാനും ഷാനവാസും ഒക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. സാബുവാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, തന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് കഴിക്കുന്നതിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? അവിടെ ഒരുപാട് ബെഡുകളും സോഫയും ഉണ്ടായിട്ടും നിലത്ത് കിടന്നുറങ്ങുന്ന അനുമോൾ. എന്തൊരു ഡ്രാമ! കണ്ടന്റിന് വേണ്ടി എന്തൊക്കെ കളികൾ!